ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഒരു സ്നാക്കിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പകുതിയോളം കട്ടായി പോയി. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ചിക്കൻ പീസ് കുറച്ചെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് കൈ കൊണ്ട് പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് 1.5 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിൽ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ കട്ടിയാവാനും കൂടുതൽ ലൂസാവാനും പാടില്ല. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ ചൂടായാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫില്ലിംഗ് ആയിരുന്നു. അപ്പോൾ അത് വീഡിയോ കട്ടായി പോയി. അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഞാൻ ഇന്ന് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇത് ചെമ്മീൻ കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കിയത്. രണ്ടും സെയിം ആയിട്ട് തന്നെ ഉണ്ടാക്കിയത്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയപ്പോഴാണ്. ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കിയപ്പോഴും ടേസ്റ്റ് ഉണ്ട്. ചെമ്മീൻ മസാല എല്ലാം വരട്ടിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം ദോശ ചുട്ടെടുക്കാനായിട്ട്. ഇനി ദോശ ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നല്ല നൈസായിട്ട് നല്ല തിന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. മാവ് അങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. കട്ടിയിൽ ഉണ്ടാക്കിയാൽ നമ്മളത് റോൾ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് നല്ല തിന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും പരത്തി കൊടുക്കുക. അപ്പോൾ കൈ പൊളിക്കാതെ മെല്ലെ ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം. അപ്പോൾ തീ കൂടി കഴിഞ്ഞാൽ നമുക്കിതുപോലെ തിന്നായിട്ട് നല്ല കനം കുറഞ്ഞിട്ടൊന്നും ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ വേറെ ഷേപ്പിലൊക്കെയാണ് ആയി കിട്ടുക. അപ്പോൾ നല്ല തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. അങ്ങനെ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇത്തിരി മാവോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ദോശയിലേക്ക് ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ആ സെൻറ്റർ ഭാഗത്തല്ല, ഒരു വശത്ത് ഒരു സൈഡ് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് മടക്കിയെടുക്കാനുള്ള സ്പേസ് അവിടെ കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. സൈഡിലെല്ലാം ഈ ഒരു മാവ് തേച്ച് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്തെടുക്കുക. ലാസ്റ്റ് ആ ഒരു അറ്റത്തും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ ദോശയും ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മാവ് തേച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടും ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് പോവില്ല. നല്ല ചൂടായി എടുക്കണ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നോരോന്ന് റോൾ ചെയ്തിട്ടെടുത്തത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അത്യാവശ്യം ഇത് മൊരിഞ്ഞ് വരണം. അതുവരെയും ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. തീ കൂടി കഴിഞ്ഞാൽ ഇത്തിരി ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. എല്ലാതും റോൾ ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്താലും മതി. ഞാനിവിടെ ഓരോന്നോരോന്ന് റോൾ ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചതാണ്. അപ്പോൾ എല്ലാതും ഒരുമിച്ച് റോൾ ചെയ്തെടുത്തതിന് ശേഷം
നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് ഉണ്ടാക്കി വന്നപ്പോൾ എല്ലാം കൂടെ 7 അല്ലെങ്കിൽ 8 ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുക. ഞങ്ങൾക്ക് 8 ഉണ്ടായിരുന്നു. ഒരു ദോശ കേടുവന്ന് പോയി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാൻ മറക്കരുത്. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.